ഗൈസ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് ഒരാഴ്ച മുന്നേ മറ്റുമാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. അതായത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ ഗോൾ കോൺട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാമല്ലോ, ആകപ്പാട് ഒരു ഡാനിഷ് ഫറൂഖിന്റെ 2 ഗോൾ ഒരു അസിസ്റ്റും അതുപോലെ തന്നെ നിഹാൽ ഒരു അസിസ്റ്റും കൊടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ എന്ന നിലയ്ക്ക് നമ്മുടെ പ്ലേയേഴ്സിന്റെ ഭാഗത്തു നിന്ന് കാണാൻ കഴിയില്ല. ഇപ്പം ഗോവയ്ക്കെതിരെ നമ്മൾ 4 ഗോളുകൾ നേടിയെങ്കിൽ കൂടി അവിടെയും ഒരു കോൺട്രിബ്യൂഷൻ കണക്കുകളിൽ വരുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം അതിൽ ഐമൻ ക്രിയേറ്റ് ചെയ്തൊരു ചാൻസ് ഉണ്ട്, പക്ഷേ സ്റ്റിൽ നമുക്ക് ആ ഒരു കാര്യം മിസ്സിങ് ആണ് എന്നുള്ള ഒരു നിലയ്ക്കാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ ഒരു വീഡിയോ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ പ്ലേയേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സിലും മറ്റ് ക്ലബ്ബുകളിലും അവരുടെ കണക്കുകൾ എന്ന നിലയ്ക്കൊക്കെയാണ് നമ്മൾ സംസാരിച്ചിരുന്നത്. എന്നാൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അടുത്ത ഒരു ട്രാൻസ്ഫർ ജാലകത്തിൽ നമ്മൾ ഇപ്പം ISL പെർഫോമൻസ് വെച്ച് നമുക്ക് എടുക്കാൻ കഴിയുന്ന താരങ്ങൾ, ട്രാൻസ്ഫർ സിറ്റുവേഷൻ, അതായത് കോൺട്രാക്ട് സിറ്റുവേഷൻ കൂടിയൊക്കെ പരിശോധിച്ചിട്ടാണ് ഒരു കാര്യം നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ലീഗിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന താരങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള നിലയ്ക്കാണ്. എന്നാൽ നമുക്ക് ഈ ഒരു കാര്യം വരുന്നതിന് മുൻപ് മറ്റൊരു കാര്യം കൂടി പരിശോധിക്കേണ്ടത്, അപ്പം നമുക്ക് ഒരു ബെറ്റർ ആയിട്ടൊരു സീസൺ, അതായത് ഇവാൻ്റെ ഫസ്റ്റ് സീസൺ ആയിരുന്നല്ലോ നമ്മളിപ്പം സമീപകാലത്ത് നോക്കുമ്പോൾ പറയാനുള്ളത്, 2021-22 സീസൺ. അപ്പം പലരും പറയും നമുക്ക് ഇന്ത്യൻ പ്ലേയേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നില്ല എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ പറയാം. അതായത് ലൂണ, ഡയാസ്, അൽവാർ ഇവരുടെ ഒരു പ്രകടനങ്ങൾ. അപ്പം ലൂണ തന്നെ നോക്കിയാൽ 6 ഗോൾ 7 അസിസ്റ്റ്, അൽവാർ 8 ഗോൾ 2 അസിസ്റ്റ്, ഡിയാസ് 8 ഗോൾ 1 അസിസ്റ്റ് എന്ന നിലയ്ക്കൊക്കെയാണ് നിൽക്കുന്നത്. പക്ഷേ ആ സീസണിലും നമ്മുടെ ഇന്ത്യൻ പ്ലേയേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊരു പ്രധാന ഫാക്ടറാണ്. ഇപ്പം സഹലിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 6 ഗോൾ അദ്ദേഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചു, 1 അസിസ്റ്റ്. 6 ഗോൾ ലൂണ അത്രയും ഗോൾ തന്നെയാണ് അടിച്ചിട്ടുള്ളത്. അതുപോലെ വിൻസി ബാരറ്റോ 2 ഗോളുകൾ, പുട്ടിയ 3 അസിസ്റ്റുകൾ, ജീക്സൺ 1 ഗോൾ 2 അസിസ്റ്റ്, അതുപോലെ രാഹുൽ KP 1 ഗോൾ 2 അസിസ്റ്റ്. രാഹുൽ KP വളരെ കുറച്ച് ടൈം മാത്രമേ ആ സീസണിൽ കളിച്ചിട്ടുള്ളൂ എന്നുള്ളത് ആലോചിക്കാം. അതേപോലെ തന്നെ ഇപ്പോൾ നോക്കിയാൽ ഖബ്ര, ജസൽ, പ്രശാന്ത്, നിഷു കുമാർ ഇവരൊക്കെ ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ വന്നിട്ടുണ്ട്. എനിക്കൊന്ന് പ്രശാന്ത് ഒന്നിലധികം ഗോൾ കോൺട്രിബ്യൂഷൻസ് ഈ ലിസ്റ്റിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു താരമാണ്. അതായത് ഇന്ത്യൻ പ്ലേയേഴ്സും ഒരേപോലെ തന്നെ അവർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫോറിനേഴ്സിൽ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്തത് എന്നുള്ളത് വളരെ എവിഡൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം ഈ സീസണിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം ദിമി ഇപ്പം ഗോൾഡൻ ബൂട്ട് റേസിൽ ഒരു ടോപ്പ് 3 നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലൂണ അസിസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഇപ്പം പോയെങ്കിലും ആ ഒരു ലിസ്റ്റിൽ ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം പോകുന്ന സമയത്ത് അദ്ദേഹം ടോപ്പ് അസിസ്റ്റർ എന്ന നിലയിൽ നിന്നാണ്. അതായത് നമ്മൾ കുറച്ച് പ്ലേയേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു സാഹചര്യം വരുമ്പോൾ ആ ഒരു പ്ലേയേഴ്സിന് കളിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന പ്രോബ്ലം എന്നുള്ളത് വളരെ എവിഡൻ്റ് ആയിട്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഈ ഒരു സമയത്താണ് നമ്മൾ പ്രോ ആക്റ്റീവായിട്ട് ട്രാൻസ്ഫർ ജാലകത്തിൽ വർക്ക് ചെയ്യേണ്ടത്. ഇത് ജനുവരിയിൽ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. ഇപ്പം ISL നിന്നാണെങ്കിലും ലീഗിൽ നിന്നാണെങ്കിലും നമുക്ക് പ്ലേയേഴ്സിനെ എടുക്കുക എന്നുള്ളൊരു കാര്യം. അപ്പം ISL ഞാൻ നിലവിലൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പറയാം, ഇപ്പം 2024 തന്നെ കോൺട്രാക്റ്റ് അവസാനിക്കുന്ന 2 ടോപ്പ് വിങ്ങേഴ്സ് ഉണ്ട്. ഇപ്പം കിയാൻ നസീരി, മുഹമ്മദ് നെമിൽ, ഈ 2 താരങ്ങളും 2024 ഈ ഒരു സമ്മറിൽ ട്രാൻസ്ഫർ കോൺട്രാക്റ്റ് അവസാനിക്കുന്ന താരങ്ങളാണ്. അപ്പോൾ കിയാൻ നസീറിയുടെ കാര്യത്തിൽ കുറച്ച് മിനിറ്റുകളെ കളിച്ചിട്ടുള്ളതെങ്കിലും അവിടുത്തെ ഫസ്റ്റ് ചോയ്സ് പ്ലെയർ അല്ല. എന്നിട്ട് കൂടി അദ്ദേഹത്തിന് 2 ഗോളും 1 അസിസ്റ്റും കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പം നെമിലിൻ്റെ കാര്യം എടുത്താൽ പോലും 1 ഗോളും 1 അസിസ്റ്റും ഉണ്ട്. അദ്ദേഹം വളരെ കുറച്ച് മിനിറ്റുകളെ കളിച്ചിട്ടുള്ളൂ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പ്ലേയേഴ്സിനെ കോൺട്രാക്ട് തീരാൻ പോകുന്ന പ്ലേയേഴ്സാണ്. നമ്മൾ ഇപ്പോഴേ ഒരു പ്രീ കോൺട്രാക്ട് എന്നൊക്കെ നിലയിൽ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്തിക്കാൻ കഴിയും. കിയാൻ നസീരിയൊക്കെ വന്നു കഴിഞ്ഞാൽ സെറ്റാണ്. കാരണം അദ്ദേഹത്തിന് ഒരു ഓപ്പർച്യൂണിറ്റി എന്ന നിലയിൽ അദ്ദേഹം നോക്കുള്ളൂ. റൈറ്റ് വിങ്ങിൽ നമുക്കൊരു പ്ലെയറെ ആവശ്യമാണ്. സോ ആ നിലയിൽ അദ്ദേഹം റൈറ്റ് വിങ്ങറായിട്ട് കളിക്കുന്ന കൂടി പ്ലെയറാണ് എന്നുള്ളതാണ്. ഇനിയിപ്പം മറ്റ് വിങ്ങേഴ്സിൻ്റെ കാര്യം എടുത്താൽ ഇപ്പോൾ അബ്ദുൾ റബി, അദ്ദേഹത്തിന് ഗോൾ കോൺട്രിബ്യൂഷൻ ഇല്ലെങ്കിലും അദ്ദേഹം കീ പെർഫോമൻസ് ആണ് ഹൈദരാബാദിൽ നടത്തുന്നത്. പക്ഷേ നമുക്കറിയാലോ അവിടുത്തെ ഗോൾ അടിക്കാനുള്ള പ്ലേയേഴ്സ് ഇല്ല. അവിടുത്തെ ടീമിൻ്റെ ഒരു നിലവിലെ സിറ്റുവേഷൻ എങ്ങനെയാണ് എന്നുള്ളത് അറിയാം. അദ്ദേഹം 2026 കോൺട്രാക്ട് തീരും. പക്ഷേ ഹൈദരാബാദിൻ്റെ നിലവിലേക്ക് സിറ്റുവേഷൻ വെച്ച് നമുക്ക് നോക്കാവുന്ന പ്ലെയറാണ്. അതുപോലെ തന്നെ ജിതിൻ എംഎസും സനാനും, ഈ 2 പ്ലേയേഴ്സും അവരുടെ ടീമിൽ ഇപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സാണ്. ഇപ്പോൾ ജിതിൻ എംഎസിന് 2025 വരെ കോൺട്രാക്ട് ഉണ്ട്. അതുപോലെ സനാനാണെങ്കിൽ 2026 വരെ കോൺട്രാക്ട് ഉണ്ട്. ഇപ്പോൾ ജിതിൻ എംഎസ് 1 ഗോൾ 3 അസിസ്റ്റാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്. സനാൻ വെറും 19 വയസ്സുള്ള പ്ലെയറാണ്. പക്ഷേ 2 ഗോൾ 1 അസിസ്റ്റ് ഇതിനോടകം തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പ് 2 പ്ലേയേഴ്സ് വേറെ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായും പറയും റൈറ്റ് വിങ്ങിൽ കൂടി കളിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സാണ്. അതായത് ബിപിൻ സിംഗ് 2025 വരെ കോൺട്രാക്ട് ഉണ്ട്. പക്ഷേ അദ്ദേഹം നിലവിലിപ്പം വിക്രം പ്രതാപ് ഒന്ന് നന്നായിട്ട് ഷൈൻ ചെയ്ത് വന്നപ്പം അദ്ദേഹം ഒരു ബാക്കപ്പ് ഓപ്ഷൻ ബെഞ്ചിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ മാച്ചിലൊക്കെ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞ മാച്ചസിലൊക്കെ ഗോൾ ചെയ്തെങ്കിൽ കൂടി ഒരു ഫ്യൂച്ചർ നോക്കുമ്പോൾ അവർക്ക് വിക്രം ചാങ്തി എന്ന നിലയിലാണുള്ളത്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ബിപിൻ സിംഗിനെ നോക്കാവുന്നതാണ്. ബിപിൻ സിംഗ് പ്രത്യേകിച്ചൊരു 3 ഫോറിനേഴ്സൊക്കെ ഒരു അറ്റാക്കിങ് കളിക്കുന്ന ടീമിലാണെങ്കിൽ അദ്ദേഹം തീപ്പൊരു പ്രകടനം തന്നെ നടത്തും. അത് നമ്മൾ കണ്ടുള്ളതാണ്. ഫോറിൻ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വളരെ മികച്ച രീതിയിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ് ബിപിൻ സിംഗ്. ഈ സീസണിൽ തന്നെ കുറച്ച് മിനിറ്റുകളെ അദ്ദേഹം, അതായത് താരതമ്യേന ഗെയിം ടൈം കുറവായിരുന്നെങ്കിൽ കൂടി അദ്ദേഹത്തിന് 3 ഗോളും 2 അസിസ്റ്റും ഉണ്ട്. അത് നല്ലൊരു കണക്കല്ലേ. അതുപോലെ തന്നെ ജെറി മാവിയ, അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഇപ്പം നിലവിൽ ബെഞ്ചിലാണ്. എന്നാൽ അദ്ദേഹം എപ്പോഴും ഗോൾ കോൺട്രിബ്യൂഷൻസ് നൽകിക്കൊണ്ടിരിക്കുന്ന താരമാണ്. ഈ സീസണിൽ അദ്ദേഹത്തിന് ഓപ്പർച്യൂണിറ്റി കുറഞ്ഞു. കാരണം ആ ഒരു പൊസിഷനിൽ ഡീഗോ മൗറീഷ്യോ ആണ് കളിക്കുന്നത്. സോ അങ്ങനെ വരുമ്പം അങ്ങനെ ഒരു ആയിരുന്ന താരമായിരുന്നിട്ട് കൂടി അദ്ദേഹത്തിന്
2 ഗോളും 1 അസിസ്റ്റും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. 2025 വരെ അദ്ദേഹത്തിന് കോൺട്രാക്ട് ഉണ്ട്. അപ്പം ഈ ഒരു വർഷം കൂടിയൊക്കെ അധികം കോൺട്രാക്റ്റുകളാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കുറഞ്ഞ ട്രാൻസ്ഫർ ഫീ ഒക്കെ കൊടുത്ത് ഈ ഒരു താരങ്ങളെ സ്വന്തമാക്കാൻ സാധിക്കും. എൻഎസ്സിരി, നെമിലിനെ പോലെയുള്ള താരങ്ങളെ ഫീ പോലും കൊടുക്കാണ്ട് അവർക്ക് നമുക്ക് സാലറി നെഗോഷിയേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ പ്രൊആക്റ്റീവായിട്ട്, ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നു, പ്രൊആക്റ്റീവായിട്ട് നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഐ ലീഗിൽ നിന്നും വേണം നമുക്ക് പ്ലേയേഴ്സിനെ ചൂസ് ചെയ്യാം. അപ്പോൾ ഐ ലീഗിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് എക്സെപ്ഷണലായിട്ട് കളിക്കുന്ന പ്ലേയേഴ്സിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിലിപ്പം നമ്മൾ ലാൽദ മാവിയ എന്ന് പറഞ്ഞിട്ടൊരു പ്ലെയർ പ്രീ കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് റിപ്പോർട്ട്സ്. ഐസോളസിയുടെ താരമാണ് അദ്ദേഹം. ഇതിനോടകം തന്നെ 16 മത്സരങ്ങളിൽ നിന്ന് 2 ഗോളും 3 അസിസ്റ്റും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു ഡീസൻറ്റ് സ്റ്റാറ്റ് തന്നെയാണ്. പക്ഷേ അവിടെ നല്ല സ്റ്റാറ്റുള്ള മറ്റു വിങ്ങേഴ്സുള്ള താരങ്ങളും ഉണ്ട്. ഇപ്പം ദീപക് സിംഗ് എന്ന് പറഞ്ഞിട്ട് ട്രൗവിൻ്റെ ഒരു താരം 2 ഗോളും 6 അസിസ്റ്റുമാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ. അതുപോലെ ഡാനിഷ് അരിവ എന്ന് പറഞ്ഞിട്ട് ട്രൗവിൻ്റെ തന്നെ താരമാണ്, 5 ഗോളും 2 അസിസ്റ്റുമാണ്. അതുപോലെ റോബിൻസൺ സിംഗ്, അദ്ദേഹം വിങ്ങറായിട്ടും സെൻട്രൽ ഫോർവേഡായിട്ടും കളിക്കുന്ന പ്ലെയറാണ്, 3 ഗോളും 3 അസിസ്റ്റുമാണ്. ദെൻ നൗഫൽ എന്ന് പറഞ്ഞിട്ട് ഗോകുലം കേരള, ഇപ്പം കഴിഞ്ഞ മാച്ചുകൾ കണ്ടിട്ടുണ്ട് അറിയാം, ഒരു കിടിലൻ ഗോളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ലെഫ്റ്റ് വിങ്ങിലാണ് പ്രിഡോമിനലി കളിക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പം അദ്ദേഹം 3 ഗോളും 4 അസിസ്റ്റും. ഇതൊക്കെ ഒരു നല്ല കൗണ്ടാണ്. ഇവർ ഐ ലീഗിലെ ഒരു എക്സെപ്ഷണൽ പെർഫോമൻസ് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ടാലൻസിനെ കൂടി ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മുടെ ഒരു ഇന്ത്യൻ റിക്രൂട്ട്സും മികച്ചതാക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം. നമ്മുടെ പലപ്പോഴും നമ്മൾ ഡിഫൻസിൽ നല്ല റിക്രൂട്ട്സ് എപ്പോഴും ISL നിന്നൊക്കെ തന്നെ എത്തിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ഈ സീസണിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പ്രീതാണെങ്കിലും പ്രബീറൊക്കെ ആണെങ്കിലും ISL നിന്ന് തന്നെ റിക്രൂട്ട്മെൻറ്റ് നടത്തി. അതുപോലെ ഐബാൻ ദോഹ്ലി ISL നിന്ന് റിക്രൂട്ട്മെൻറ്റ് നടത്തിയിട്ടുള്ള താരമാണ്. പക്ഷേ നമ്മൾ അറ്റാക്കിംഗ് സൈഡ്സിലേക്ക് വരുമ്പോൾ പലപ്പോഴും നമ്മൾ ISL നിന്ന് എടുക്കാറില്ല. പൊതുവെ നമ്മൾ ISL സൈഡ്സിൽ നിന്ന് എടുക്കുന്നത് വളരെ വളരെ ചുരുക്കമായിരിക്കും. സോ ISL നിന്ന് എടുത്തില്ലെങ്കിൽ ഐ ലീഗിലെ എക്സെപ്ഷണൽ പ്ലേയേഴ്സിനെങ്കിലും നമ്മൾ ചൂസ് ചെയ്യാൻ ഉണ്ട്. ഞാനിപ്പോൾ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള ലിസ്റ്റിലുള്ള പ്ലേയേഴ്സ് എല്ലാം ആ ഒരു തരത്തിലാണ്. ഇപ്പം ഞാൻ ആസ് എ ഫുട്ബോൾ ഫാൻ എന്ന നിലയിൽ ISLും ഐ ലീഗും ഒക്കെ മാച്ച് ചെയ്തിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ഞാനതൊരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി സ്റ്റാറ്റൊക്കെ പിന്നെ എല്ലാ പ്ലേയേഴ്സിനെയും മനസ്സിലാക്കി അതിൽ നിന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ടുള്ള താരങ്ങളുടെ പേര് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഒരു സ്പോർട്ടിംഗ് ഡയറക്ടർ എന്ന നിലയിൽ ഒരു ക്ലബ്ബിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇതിനേക്കാൾ കൂടുതൽ കണക്കുകളും ഡാറ്റയൊക്കെ എടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവർക്കുണ്ട്. സോ ആ രീതിയിൽ പ്രൊആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുക. നമ്മൾ അറ്റാക്കിങ്ങിൽ ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം ആ 3 അറ്റാക്കേഴ്സാണ് നമ്മളിപ്പം നമുക്കറിയാലോ, ഇവാൻ്റെ സിസ്റ്റത്തിൽ 3 അറ്റാക്കേഴ്സാണ് കളിക്കുന്നത്. അവിടെ ഒരു ഇന്ത്യൻ അറ്റാക്കർ കൂടി കോൺട്രിബ്യൂട്ട് ചെയ്തില്ലെങ്കിൽ അവിടെ ഒരു എക്സെപ്ഷണൽ പ്ലെയർ തന്നെ വേണം. അവരുമായിട്ട് കളിക്കാൻ പറ്റിയ ഒരു എക്സെപ്ഷണൽ പ്ലെയർ തന്നെ വേണം. യങ്സ്റ്റേഴ്സിന് നമുക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കും. ഇപ്പോൾ എയ്മാൻ ആണെങ്കിലും അല്ലെങ്കിൽ നിഹാലാണെങ്കിലും അവർ താരതമ്യേന യങ്സ്റ്റേഴ്സാണ്. അവർക്ക് ഇനിയും ഡെവലപ്പായി വരാനുള്ള ടൈമുണ്ട്. അപ്പോഴത്തേക്കും അവർ ഫസ്റ്റ് ചോയ്സിലായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ലെവലിലേക്കൊക്കെ വരിക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. സോ നെക്സ്റ്റ് സീസണിൽ പറഞ്ഞതുപോലെ ഇങ്ങനത്തെ പ്ലേയേഴ്സിനെ ഇരിക്കുക. അടുത്ത ട്രാൻസ്ഫർ ഇതിലെങ്കിൽ നമ്മൾ പ്രൊആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ അതിനുവേണ്ടി വർക്ക് ചെയ്ത് തുടങ്ങുക. അല്ലാണ്ട് ട്രാൻസ്ഫർ ജാലകം തുടങ്ങുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് പ്ലേയേഴ്സിനെ കിട്ടാനില്ലേ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ എപ്പോഴും എനിക്ക് അതിനോട് വിയോജിപ്പുണ്ട് കേട്ടോ. നമുക്ക് എപ്പോഴും പറഞ്ഞ കാര്യമാണ് ജനുവരി ട്രാൻസ്ഫറിൽ നമുക്ക് പ്ലേയേഴ്സിനെ കിട്ടാനല്ലോ. പക്ഷേ ഈ ബാക്കി ടീമുകൾക്കൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത്? അവരുടെയൊക്കെ ട്രാൻസ്ഫർ മാർക്കറ്റ് കൊടുങ്ങല്ലൂർ, നമ്മുടെയൊക്കെ കോതമംഗലത്തൊന്നും അല്ലല്ലോ, എല്ലാം സെയിം ട്രാൻസ്ഫർ മാർക്കറ്റ് തന്നെയല്ലേ. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പം ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് കൂടി ഉണ്ട്. നമ്മളിപ്പം ചില പ്ലേയേഴ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം വരുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. നമ്മുടെ ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻസ് വരണമെങ്കിൽ നമ്മൾ ആ രീതിയിൽ കൂടി അറ്റാക്കിങ്ങിൽ രീതിയിൽ പോയി 1-2 റിക്രൂട്ട്മെൻറ്റ്സ് നടത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. സോ അതാണ് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടൊന്ന് കമ്പോസ് ചെയ്യാൻ പറ്റുക. എനിക്ക്